Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 21 ഞായറാഴ്ച 4 ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലേക്ക് ജോലിക്കായി വരുന്ന വിദേശികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വർക്ക് പെർമിറ്റ് നൽകുന്നതിന് മുമ്പായി കർശനമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെൻറ്റ് ചർച്ച ചെയ്യും. MP ജലാൽ കാസിം സമർപ്പിച്ച ഈ ശുപാർശ വ്യാജരേഖകൾ തടയാനും തൊഴിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ട്രേഡ് യൂണിയനുകൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തപ്പോൾ ഇത് ബിസിനസ് നടപടികൾ സങ്കീർണമാക്കുമെന്ന് ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആശങ്ക പ്രകടിപ്പിച്ചു. നിലവിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധർക്ക് പ്രത്യേക പരിശോധനയുണ്ടെന്നും എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കുന്നത് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്നും LMRA വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും പൊതുതാൽപര്യം മുൻനിർത്തി ഈ ഭേദഗതി അംഗീകരിക്കാനാണ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ശുപാർശ. രാജ്യത്തെ വിധവകൾ, അനാഥർ, വിവാഹമോചിതർ എന്നിവർക്കുള്ള സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെൻറ്റ് ചർച്ച ചെയ്യും. MP ഡോക്ടർ അലി അൽ നുഐമി സമർപ്പിച്ച ഈ ശുപാർശ കുറഞ്ഞ വരുമാനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ അർഹരായവർക്ക് 110 ദിനാർ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസും സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നിശ്ചിത തുകയും ലഭിക്കുന്നുണ്ട്. കൂടാതെ വൈദ്യുതി, ജലബില്ലുകളിൽ ഇളവുകളും റമദാൻ മാസത്തിൽ പ്രത്യേക സഹായവും സർക്കാർ നൽകുന്നു. 2022 ആനുകൂല്യങ്ങളിൽ 10% വർധന വരുത്തിയെങ്കിലും നിലവിലെ ഉയർന്ന ജീവിത ചെലവ് കണക്കെടുത്ത് സഹായം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് പാർലമെൻ്ററി സമിതികളുടെ നിലപാട്. മാനവികതയുടെ മഹത്തായ മുന്നേറ്റമാണ് സാംസ്കാരിക പ്രവർത്തകർ നടത്തേണ്ടതെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി. ബഹ്റിൻ പ്രതിഭയുടെ 30ാം കേന്ദ്ര സമ്മേളനം KCA ഹാളിലെ VS അച്യുതാനന്ദ നഗരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ പ്രതിഭയുടെ പുതിയ ഭാരവാഹികളായി മഹേഷ് KV പ്രസിഡന്റ്, സുലേഷ് VK ജനറൽ സെക്രട്ടറി, നിഷ സതീഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അനിൽ KP മെമ്പർഷിപ്പ് സെക്രട്ടറി, നിരൺ സുബ്രഹ്മണ്യൻ, രഞ്ജിത്ത് കുന്നന്താനം ജോയിന്റ് സെക്രട്ടറിമാർ, റീഗ പ്രദീപ് ജയകുമാർ വൈസ് പ്രസിഡന്റുമാർ, ഷിജു പിണറായി കലാവിഭാഗം സെക്രട്ടറി, രാജേഷ് MK അസിസ്റ്റന്റ് മെമ്പർഷിപ്പ് സെക്രട്ടറി, റാഫി കല്ലിങ്കൽ ലൈബ്രറിയൻ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിജോഷ് മൊറാഴ പ്രവർത്തന റിപ്പോർട്ടും രഞ്ജിത്ത് കുന്നന്താനം സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഋതു നൃത്തശില്പം, തെരുവ് നാടകം, രക്തദാന ക്യാമ്പുകൾ, ചരിത്ര പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. ബഹ്റിൻ്റെ 54ാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് KMCC ഒലീവ് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സ്പീച്ച് ഓഫ് സെലിബ്രേഷൻ ശ്രദ്ധേയമായി. മനാമ KMCC ഓഫീസിൽ ഹൃദയാന്തരങ്ങളിലെ ബഹ്റിൻ എന്ന പ്രമേയത്തിൽ നടന്ന സംവേദന സദസ്സ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. റഫീഖ് തോട്ടക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ ഗഫൂർ കയ്പമംഗലം, AP ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ ഏരിയകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കേഴ്സ് പാനൽ അംഗങ്ങൾ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. OK കാസിം, PK ഇസ്ഹാഖ്, മുനീർ ഒഞ്ചിയം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സഹൽ തൊടുപുഴ അവതാരകനായിരുന്നു. PV സിദ്ദിഖ് സ്വാഗതവും നൗഫൽ പടിഞ്ഞാറങ്ങാടി നന്ദിയും പറഞ്ഞു. KMCC ബഹ്റിൻ ഈദുൽ വതൻ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടി ഒരുക്കിയത്. ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനിയായ അമേയ ദാസ് മംഗളൂരുവിലെ നിറ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും BA ഓണേഴ്സ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 1ാം റാങ്കോടെ ബിരുദം നേടുകയും 2 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. മികച്ച അക്കാദമിക് നേട്ടത്തിനുള്ള നിറ്റയുടെ സ്വർണ്ണ മെഡലിന് പുറമെ ഹീരൂർ പത്മനാഭ ഷെട്ടി മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്വർണ്ണ മെഡലുമാണ് അമയ നേടിയത്. മംഗളൂരുവിൽ നടന്ന 15ാമത് കോൺവക്കേഷനിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MS മൂദിത്തായിൽ നിന്ന് അമയ മെഡലുകൾ വാങ്ങി. കണ്ണൂർ സ്വദേശികളായ ഹരിദാസ് CV, ഷീന ഹരിദാസ് എന്നിവരുടെ മകളാണ് അമയ. 2021 ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അമയ നിലവിൽ ബംഗളൂരുവിൽ ഡിജിറ്റൽ ആൻഡ് കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റായി ജോലി ചെയ്തു വരികയാണ്. വോയിസ് ഓഫ് ആലപ്പി മനാമ ഏരിയ കമ്മിറ്റിയുടെ വാർഷിക കുടുംബസംഗമം വെനീസ് ഫെസ്റ്റ് സീസൺ 2 വർണ്ണാഭമായി ആഘോഷിച്ചു. ഏരിയ പ്രസിഡന്റ് റെജി രാഘവന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം അജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ക്ലബ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി മനോജ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് പുത്തൻവിളയിൽ എന്നിവരെ ആദരിച്ചു. സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സിബിൻ സലീം, ധനേഷ് മുരളി എന്നിവർ ആശംസകൾ നേർന്നു. ആരവൺ ടീമിൻ്റെ നാടൻ പാട്ടുകളും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ദീപക് പ്രഭാകർ സ്വാഗതവും അനൂപ് സീരാഗ് നന്ദിയും പറഞ്ഞു.
ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിദ്ദിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ മധുര വിതരണം നടത്തി. പ്രവാസി തൊഴിലാളികളുമായി ആഘോഷത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. KPA മുഹറക് ഏരിയ കോർഡിനേറ്റർ ഷാഹിൻ മഞ്ഞപ്പാറ, പ്രസിഡന്റ് മുനീർ, സെക്രട്ടറി ഷെഫീഖ് ഇബ്രാഹിംകുട്ടി, വൈസ് പ്രസിഡന്റ് അജൂബ്, ട്രഷറർ അജി അനുരുദ്ധൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. KPA പ്രവാസി സ്ത്രീ അംഗങ്ങളും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റിൻ്റെ 54ാമത് ദേശീയ ദിനം വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറം സമുചിതമായി ആഘോഷിച്ചു. രാജ്യത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. പ്രസിഡന്റ് CB കുര്യൻ, വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, സെക്രട്ടറി അരവിന്ദ്, ട്രഷറർ മണിലാൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ദേശീയ ദിനാശംസകൾ നേരുകയും ചെയ്തു. നൗക ബഹ്റിൻ സംഘടിപ്പിച്ച സമന്വയം 2025 കലാമാമാങ്കത്തിൻ്റെ സമാപന സമ്മേളനം സഗയിൽ നടന്നു. വടകര MLA KK രമ മുഖ്യാതിഥിയായ ചടങ്ങ് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ ബിനുകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമുഖ സംരംഭകൻ പമ്പാവാസൻ നായർ, ഡോക്ടർ ചെറിയാൻ എന്നിവരെ MLA ആദരിക്കുകയും വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നൗക പ്രസിഡന്റ് നിതീഷ് മലയിൽ KK രമയെ ഉപഹാരം നൽകി ആദരിച്ചു. ഫ്രാൻസിസ് കൈതാരത്ത്, ഗഫൂർ ഉണ്ണികുളം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ലക്ഷ്മി ജയൻ്റെ വയലിൻ സംഗീത വിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതവും അനീഷ് TK നന്ദിയും പറഞ്ഞു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ ദേശീയ ദിനം സൽമാനിയ KCTയിൽ നടന്നു. ഹുസ്നിയ അൽ കരീമി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സോമൻ ബേബി, ഫ്രാൻസിസ് കൈതാരത്ത് ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്തു. ഘോഷയാത്ര, കായിക മത്സരങ്ങൾ, മലർവാടി കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കായിക ഇനങ്ങളിൽ റിഫായിരിയയും വടംവലിയിൽ യൂത്ത് ഇന്ത്യയും 1ാം സ്ഥാനം നേടി. സുബൈർ MA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും സർഗ്ഗവേദി സെക്രട്ടറി സമാപന പ്രസംഗവും നടത്തി. വനിതാ യൂത്ത് ഇന്ത്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വിജയികൾക്ക് അതിഥികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ നിർമ്മിച്ചു നൽകുന്ന സ്വപ്നഭവനം 2025 പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങ് നാളെ നടക്കും. കോന്നി മെഡിക്കൽ കോളേജിന് സമീപം പൂർത്തിയായ വീടിൻ്റെ താക്കോൽ രാവിലെ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA കൈമാറും. ബഹ്റിനിൽ ഗാർഹിക ജോലിക്കാരിയായി ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശിയായ നിർധനയായ ഒരു പ്രവാസി സഹോദരിക്കാണ് സംഘടന ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. ബഹ്റിനിലെ പ്രവാസി മലയാളികളുടെ സഹകരണത്തോടെയാണ് ഈ ജീവകാരുണ്യ പദ്ധതി യാഥാർത്ഥ്യമായത്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു V, ജനറൽ സെക്രട്ടറി സുനു കുരുവിള എന്നിവർ ബഹ്റിനിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.